തലയോലപ്പറമ്പിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സന്ദർശിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കോട്ടയത്തു നിന്ന് ടോബി ജോൺസൺ തലയോലപ്പറമ്പിലാണ് ഡോക്ടർ ബിന്ദു സന്ദർശിക്കുന്നത്. ഇപ്പോൾ ടോബി തലയോലപ്പറമ്പിലുണ്ട്. ടോബി, സന്ദർശനം വീട്ടിലേക്ക് കയറി പോവുകയാണോ ഡോക്ടർ ബിന്ദു? എന്താണ് നമ്മളിപ്പോൾ കാണുന്നത്? നമ്മുടെ സംവാദത്തിലേക്ക് എപ്പോഴും വരുന്ന ശ്രീ അനിൽകുമാറും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും വീട്ടിനുള്ളിലാണുള്ളത്. ഓക്കെ, അതെ അതെ. SKN അനിൽകുമാറിനോടൊപ്പം അതുപോലെ തന്നെ വൈക്കം MLA CK ആശയും മന്ത്രിക്കൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ NSS യൂണിറ്റ് മുഖേന ഇവർക്കൊരു വീട് വെച്ച് നൽകുമെന്നുള്ളൊരു പ്രഖ്യാപനം പിറ്റേ ദിവസം തന്നെ, ഈ സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ മന്ത്രി ആർ ബിന്ദു നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് കോട്ടയത്ത് പ്രത്യേക ചില പരിപാടികളുണ്ട്, അതിനുവേണ്ടി കോട്ടയത്ത് എത്തിയപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് നേരിട്ട് എത്തിയത്. ഇപ്പോൾ എത്തി അവിടുത്തെ മുത്തശ്ശിയെയും അതുപോലെ തന്നെ ഭർത്താവിനെയും ബിന്ദുവിന്റെ ഭർത്താവിനെയും മകനെയും എല്ലാം നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജും ഇവിടെ എത്തി അവർക്ക് ആശ്വാസ വാക്കുകൾ, എല്ലാ പിന്തുണയും നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും മന്ത്രി വീണ്ടും വന്ന് ഒരിക്കൽ കൂടി സർക്കാരിന്റെ എല്ലാ പിന്തുണയും കുടുംബത്തിനുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം ആശുപത്രിയിലുള്ള മകളെയും പോയി കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടേക്ക് പോകുമോ ഇല്ലയോ എന്ന് അറിയില്ല. രാവിലെ തന്നെ CPM നേതാക്കളും അതുപോലെ തന്നെ MLAയും എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. അല്പസമയം മുമ്പാണ് എത്തിയത്. മന്ത്രി എത്തി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബാംഗങ്ങളുമായി.